ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2024 സമകാലിക സംഭവങ്ങൾ, സെപ്റ്റംബർ മാസത്തിൽ നടന്ന സമകാലിക സംഭവങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കാറ്റുകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, പലപ്പോഴായിട്ട് ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വരാറുണ്ട് അല്ലേ. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ചക്രവാത ചുഴി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഓരോ കൊടുങ്കാറ്റുകളുണ്ട് അല്ലേ. നോക്കാം, 2024 സെപ്റ്റംബറിൽ മധ്യ യൂറോപ്പിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ബോറിസ്. 2024 സെപ്റ്റംബറിൽ മധ്യ യൂറോപ്പിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ബോറിസ്. 2024 സെപ്റ്റംബറിൽ തെക്കു കിഴക്കൻ ഏഷ്യയിലും ദക്ഷിണ ചൈനയിലും വീശിയ യാഗി എന്ന ചുഴലിക്കാറ്റ്. അപ്പോൾ 2024 സെപ്റ്റംബറിൽ തെക്കു കിഴക്കൻ ഏഷ്യയിലും ദക്ഷിണ ചൈനയിലും വീശിയ കാറ്റാണ് യാഗി. അപ്പോൾ യാഗി എന്നുള്ള ആ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ആരാണ്? ജപ്പാനാണ്. ജപ്പാനാണ് ആ ഒരു പേര് നൽകിയിട്ടുള്ളത്. ഈ യാഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആട് അല്ലെങ്കിൽ മകരരാശി എന്നാണ്. ആട് അല്ലെങ്കിൽ മകരരാശി എന്നാണ് യാഗി എന്ന ജാപ്പനീസ് പദത്തിൻ്റെ അർത്ഥം. 2024 സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിലും വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്ത് തന്നെയാണ്? യാഗിയാണ്. 2024 സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റും യാഗിയാണ്. 2024 സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് അസ്ന. 2024 സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് അസ്ന. ഇപ്പം നമ്മൾ ഒന്നുകൂടി നോക്കാം. 2024 സെപ്റ്റംബറിൽ മധ്യ യൂറോപ്പിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ബോറിസ്. 2024 സെപ്റ്റംബറിൽ തെക്കു കിഴക്കൻ ഏഷ്യയിലും ദക്ഷിണ ചൈനയിലും വീശിയ ചുഴലിക്കാറ്റാണ് യാഗി. യാഗി എന്ന പേര് കൊടുത്തത് ജപ്പാനാണ്. യാഗി എന്ന പദത്തിൻ്റെ അർത്ഥം ആട് അല്ലെങ്കിൽ മകരരാശി എന്നാണ്. 2024 സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? യാഗി എന്നാണ്. 2024 സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് അസ്ന. സോ താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.